നിങ്ങൾ VS കോഡിന്റെ ലൈവ് ഷെയർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ? അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു എക്സ്റ്റൻഷൻ ടാബ് ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ VS കോഡിൽ, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, ലൈവ് ഷെയർ എന്ന് സെർച്ച് ചെയ്യുക. ലൈവ് സെർവർ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ലൈവ് ഷെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു ലൈവ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ലൈവായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീം മെമ്പേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ഷെയർ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് VS കോഡിന്റെ പോർട്ട് ഫോർവേഡിങ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈവായിട്ട് നമ്മുടെ പോർട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് ആയിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഡെവലപ്പേഴ്സിന് പറ്റുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ത് പറയുന്നത്, ലൈവ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് മുമ്പ് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.